നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജ്യം കണ്ടിരിക്കെ ഇല്ലാതാവുകയാണ്. സങ്കടത്തോടെ, രോഷത്തോടെ, വേദനയോടെ നമ്മൾ ആ കാഴ്ച കാണുകയാണ്. ഫലസ്തീനിലെ അവസാനത്തെ മനുഷ്യനെയും ഇല്ലാതാക്കാൻ, ഫലസ്തീനിലെ അവസാനത്തെ കെട്ടിടത്തെയും ഇടിച്ചു നിരത്താൻ ഇസ്രയേൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. എത്രമേൽ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഫലസ്തീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സ് നൊന്തല്ലാതെ, മനസ്സ് വെന്തല്ലാതെ നമുക്ക് ആ കാഴ്ചകൾ കണ്ടിരിക്കാൻ കഴിയില്ല. ഒരു സൈക്കിളിലേക്ക് മാത്രമുള്ള സമ്പാദ്യം എന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അത്രമാത്രം കയ്യിൽ കിട്ടിയതെടുത്ത് എവിടേക്കോ ഓടിപ്പോകേണ്ടി വരുന്ന നിസ്സഹായരായ, നിസ്വരായ മനുഷ്യരുടെ വേദനയെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഞാൻ ആ ദൃശ്യം കാണുകയായിരുന്നു. ഒരു സൈക്കിൾ, ആ സൈക്കിൾ തള്ളുന്നത് പിതാവാണ്. ആ സൈക്കിൾ തള്ളാൻ പോലുമുള്ള ആരോഗ്യം ആ മനുഷ്യനെ ശേഷിച്ചിട്ടില്ല. ആ സൈക്കിളിൽ അയാളുടെ 2 പൊന്നുമക്കളുണ്ട്. ആ ദൃശ്യം കാണുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഇത്ര കാലമാണ് ആ ദൃശ്യം ആ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അത്ര വേദനയുളവാക്കുന്ന ചിത്രം. പറയാൻ വാക്കുകളില്ല. വലിയ സങ്കടക്കടൽ അകത്ത് തിരയടിക്കുന്നുണ്ട്. ഫലസ്തീൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയേണ്ടി വരുന്നത്? മുമ്പും ഇസ്രയേൽ ഫലസ്തീൻ ആക്രമിച്ചിട്ടുണ്ട്. ചില ആളുകൾ കരുതുന്നത് പോലെ 2023 ഒക്ടോബർ 7 ആരംഭിച്ച ആക്രമണമല്ല അത്. എന്ന് ഇസ്രായേൽ പിറവി കൊണ്ടോ അന്നു മുതൽ ഫലസ്തീനെതിരായ ആക്രമണങ്ങൾക്കും തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് കരുതുന്ന നിഷ്കളങ്കരുണ്ട്. അവർ ഫലസ്തീനിന്റെയോ ഇസ്രായേൽ അതിക്രമങ്ങളുടെയോ ചരിത്രം പഠിക്കാത്ത ആളുകളാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനു മേൽ നിരന്തരമായി ആക്രമണം നടത്തിയ, കൂട്ടക്കൊല നടത്തിയ, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രമാണ് സയനിസ്റ്റ് രാജ്യത്തിൻ്റെത്. അത് ഒക്ടോബർ 7 സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും തുടരുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒക്ടോബർ 7 മുമ്പുണ്ടായ സംഭവങ്ങളെ കുറിച്ച് വിലയിരുത്തി നോക്കൂ. വിശുദ്ധ റമദാനിന്റെ നാളുകളിൽ പോലും നിരന്തരമെന്നോണം ആക്രമണം അഴിച്ചുവിടുന്നുണ്ടായിരുന്നു ഇസ്രയേൽ. അതിന്റെ തന്നെ തുടർച്ചയിൽ സംഭവിക്കാനിരിക്കുന്ന ആക്രമണത്തിന് ഒക്ടോബർ 7 മറയാക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒക്ടോബർ 7 ശേഷം എന്താണ് സംഭവിച്ചത്? ഹമാസ് ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കി എന്ന ആരോപണം ഉന്നയിച്ച് കടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്, സ്ത്രീകളെ കൊല്ലുകയാണ്, കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയാണ്, ആശുപത്രികൾ നശിപ്പിക്കുകയാണ്, വീടുകൾ ബോംബിട്ട് തകർക്കുകയാണ്. നിസ്സഹായരായ മനുഷ്യർ എങ്ങോട്ടെന്നറിയാതെ ഓടുകയാണ്. തെക്കൻ ഗസയിൽ നിന്ന് വടക്കിലേക്ക്, വടക്ക് നിന്ന് തെക്കിലേക്ക്, ഇങ്ങനെ നിരന്തരമായി ഓടേണ്ടി വരുന്നു. ഭക്ഷണത്തിന് വേണ്ടി ലോകത്തോട് യാചിക്കേണ്ടി വരുന്നു. ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മേൽ ബോംബുകൾ വർഷിക്കുന്നു. ഗസയിലേക്ക് സഹായമെത്തുന്ന എല്ലാ വഴികളും അടച്ചു കളയുന്നു. അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും പട്ടിണി കിടന്നു മരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. എത്ര ക്രൂരമെന്നാണ് നമ്മൾ ഇതിനെ പറയേണ്ടത്? എത്ര വേദനയോടുകൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്? എത്ര ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്? അത് ഇപ്പോഴും അറുതിയായിട്ടില്ല. ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള കൊട്ടേഷനാണ് നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൊട്ടേഷൻ ആരുടേതാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. ഇസ്രയേലിനെ ആരാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്, ഇസ്രയേലിന് ആരാണ് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന്, ഇസ്രയേലിന് ആരാണ് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുന്നത് എന്ന് ഇസ്രയേലിന്റെ പിറവി തൊട്ടിന്നോളമുള്ള ചരിത്രം പരിശോധിക്കുന്നവർക്ക്, വർത്തമാനം പരിശോധിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് എന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. അതങ്ങനെയല്ല. ഇസ്രയേൽ ഒരു അമേരിക്കൻ കോളനിയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുകളിലാണ് നെതന്യാഹു തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ വെറുതെ പറയാമെന്നേ ഉള്ളൂ.
പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രയേലിന് അമേരിക്ക വിവിധ കാലങ്ങളിൽ നൽകിയ സഹായങ്ങൾ, ആയുധങ്ങൾ, സാമ്പത്തിക പിന്തുണ ഇതെല്ലാം പരിശോധിച്ചു നോക്കൂ. അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇസ്രയേലിന്റെ നിലനിൽപ്പ് അമേരിക്കയുടെ സഹായത്തെയും പിന്തുണയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമേരിക്ക എന്ന് ഇസ്രയേലിന് മുന്നിൽ വാതിലടയ്ക്കുന്നുവോ അന്ന് തീരും ഈ സയനിസ്റ്റ് രാജ്യത്തിന്റെ അഹങ്കാരം. പക്ഷെ ഇസ്രയേലിന് മുന്നിൽ ഒരു കാലത്തും അമേരിക്ക വാതിലടക്കില്ല. ഇസ്രയേലിന് സാമ്പത്തികമായ സഹായം നിർത്തലാക്കില്ല. ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് അവസാനിപ്പിക്കില്ല. കാരണം ഇസ്രയേൽ അമേരിക്ക തന്നെയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നതെന്തോ അതാണ് ഇസ്രയേൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രംപ് സമീപകാലത്ത് നടത്തിയ പ്രസ്താവനകൾ പരിശോധിച്ചു നോക്കൂ. ഫലസ്തീനികളോട് പൂർണ്ണമായും നാടുവിട്ടു പോകാനും ഫലസ്തീനികളെ ഏറ്റെടുക്കാൻ അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഫലസ്തീനിൽ നെതന്യാഹുവിന് എന്നതുപോലെ ട്രംപിനും വലിയ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം രാഷ്ട്രീയമാണ്, ഭൂമിശാസ്ത്രപരമാണ്, ധാതു സമ്പത്തിനെ കൂടി ആശ്രയിച്ചുള്ളതാണ്. അങ്ങനെ വളരെ പ്രധാനമായ ഒരു പ്രദേശത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നത് മാത്രമല്ല, അവിടെയുള്ള അറബികളെ മുഴുവൻ നാട് വിട്ടോടാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവിടെ പുതിയ ആളുകളെ കുടിയിരുത്തുകയും അതിനെ വിശാലമായ ഒരു വിനോദസഞ്ചാര ലോകമാക്കി മാറ്റുകയുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആയുധ പ്രയോഗമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഫലസ്തീൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഫലസ്തീൻ എന്നത് നീണ്ട കാലഘട്ടത്തിന്റെ ചരിത്രപ്രധാനമായ അനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ചരിത്രപ്രധാനമായ അനവധി കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവിശാലമായ രാജ്യമായിരുന്നു. ഇപ്പോൾ ആ രാജ്യം എന്ന് പറയാവുന്ന തരത്തിൽ, അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വിസ്തൃതിയോ അധികാരങ്ങളോ ഭൂപ്രദേശമോ ഇല്ലാത്ത ഒരു കൊച്ചു ഇടമായി ഫലസ്തീൻ മാറിയിട്ടുണ്ട്. നമ്മൾക്ക് ആ ഇടത്തെ ഗസ എന്ന് വിളിക്കാവുന്നതാണ്. ഗസ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു തുരുത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു താലൂക്കിനോട് പോലും ഉപമിക്കാൻ കഴിയാത്ത, അത്ര പോലും വിസ്തൃതിയില്ലാത്ത വളരെ ചെറിയ ഒരു തുരുത്താണ് ഗസ. ആ ഗസയിലേക്ക് ഫലസ്തീനിലെ മനുഷ്യർ ഒന്നാകെ ചുരുക്കപ്പെട്ടിരിക്കുന്നു. ആ ഫലസ്തീനിലെ മനുഷ്യരുടെ ജീവിക്കാനുള്ള, ഗസ എന്ന് പറയുന്ന തുരുത്തിലെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള അവകാശത്തിന് മേലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഫലസ്തീൻ ജനതയെ ആട്ടിയോടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പട്ടാളം ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. മനുഷ്യർ നെട്ടോട്ടം ഓടുകയാണ്. എവിടേക്കാണ് ഓടേണ്ടത്? ഏത് വാതിലിലാണ് ചെന്ന് മുട്ടേണ്ടത്? ഏത് അതിർത്തി തുറന്നാലാണ് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക? ഒക്ടോബർ 7-ന് ശേഷം ഫലസ്തീനിൽ അഥവാ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ രൂപരേഖ പരിശോധിച്ചാൽ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാണ്. ആശുപത്രികൾ പൂർണ്ണമായും തകർത്തു. രോഗികൾ നിസ്സഹായരായിത്തീർന്നു. അവർ മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് മേൽ നിരന്തരമെന്നോണം ആക്രമണം നടത്തി. ഇനിയൊരു ഫലസ്തീനിയും ആ മണ്ണിൽ മുളച്ചു വരരുത് എന്ന ധാർഷ്ട്യത്തോടെ, നിർബന്ധ ബുദ്ധിയോടെ നടത്തിയ വംശവിച്ഛേദനമായിരുന്നു അതെന്നതിൽ ഒരു സംശയവുമില്ല. അവിടുത്തെ മനുഷ്യരെ ആട്ടിയോടിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇനി ഒരു തലമുറ ഫലസ്തീനികളുടേതായി ഉണ്ടാകരുത് എന്ന വാശിയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അവിടെ സ്കൂളുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. കയറി നിൽക്കാൻ ഒരിടം പോലുമില്ലാത്ത വിധത്തിൽ അതിക്രൂരമായ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ആരാധനാ കേന്ദ്രങ്ങളായിരുന്ന പള്ളികൾ ഏറെക്കുറെയും തകർക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ ചർച്ചുകളെ പോലും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന നയമാണ് സ്വീകരിച്ചത്. ഭക്ഷണവുമായി എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതിന് സന്നദ്ധത അറിയിച്ച ആളുകൾക്ക്, സംഘടനകൾക്ക്, വിവിധ രാജ്യങ്ങൾക്ക് തന്നെയും ഫലസ്തീനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം അത് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? ഇസ്രയേൽ അതും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ കുട്ടികൾ വെള്ളം കിട്ടാതെ, ഭക്ഷണം ലഭിക്കാതെ, വിശന്ന് കരഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്.
കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകൾ പോലും പട്ടിണി മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ശാരീരികമായി നല്ല ആരോഗ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരായ ആളുകൾ പോലും മെലിഞ്ഞൊട്ടി ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ മരിച്ചു പോകുന്നതിന് നമ്മൾ സാക്ഷികളാവുകയാണ്. എങ്ങനെയാണ് ഈ വേദനയൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുക? എങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് ഈ വേദനയെ ആവിഷ്കരിക്കാൻ കഴിയുക? സങ്കടത്തോടു കൂടിയല്ലാതെ ആ വാർത്തകൾ വായിക്കാനും ആ ദൃശ്യങ്ങൾ കാണാനും കഴിയില്ല. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അവർ ഒരുമിച്ച് കൂടിയ ഇടങ്ങളിൽ നിന്ന് വീണ്ടും അവരെ ആട്ടി അകറ്റുകയാണ്. വീണ്ടും ബോംബുകൾ വർഷിക്കുകയാണ്. ഏതാനും കെട്ടിടങ്ങൾ മാത്രമാണ് ഗസയിൽ ബാക്കിയുണ്ടായിരുന്നത്. ആ കെട്ടിടങ്ങളും ഇടിച്ചു തകർക്കുകയാണ്. ബോംബിട്ട് മണ്ണോട് ചേർക്കുകയാണ്. ഇനി ഒരു കാക്കക്കാലിന്റെ തണൽ പോലും ഇല്ലാത്ത ജീവിതമാണ് ഫലസ്തീനികളെ കാത്തിരിക്കുന്നത്. അവർ അതിജീവിക്കുമെന്നൊക്കെ നമുക്ക് നമ്മുടെ ആത്മവീര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. എങ്ങനെയാണ് അവർ അതിജീവിക്കുക? ആരുടെ സഹായത്താലാണ് അവർ അതിജീവിക്കുക? ഏത് മണ്ണിലാണ് അവർ അവരുടെ ജീവിതം പടുത്തുയർത്തുക? ആ മണ്ണ് ഇനി ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ആ മണ്ണിന് മേൽ ആരെല്ലാമാണ് അധികാരം ഉന്നയിക്കുക? ആ മണ്ണ് ഇനി ആരെല്ലാമാണ് പങ്കിട്ടെടുക്കുക? ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചോദ്യങ്ങൾ ഓരോന്നും നമ്മെ വേട്ടയാടേണ്ടതാണ്. നമ്മൾ യുദ്ധം കണ്ടിട്ടേയുള്ളൂ, യുദ്ധം അനുഭവിച്ചിട്ടില്ല. യുദ്ധം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും ലോകവും മനുഷ്യരും എത്തിച്ചേരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥനകൾക്കപ്പുറത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന നടുക്കുന്ന യാഥാർത്ഥ്യം, നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണുനീർ വാർത്ത് നമുക്ക് ഇത്ര കാലം ഇങ്ങനെ കടന്നു പോകാൻ കഴിയും? ലോകരാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. നെതന്യാഹു അതിന് പുല്ല് വില കൽപ്പിക്കുന്നില്ല. അറബ് രാഷ്ട്രങ്ങൾ അപലപിക്കുന്നുണ്ട്. നെതന്യാഹുവോ ട്രംപോ അത് പരിഗണിക്കുന്നതേയില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അപലപിക്കൽ പ്രസ്താവനകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരം അപലപന പ്രസ്താവനകൾക്ക് നെതന്യാഹുവിന്റെ മനസ്സിലാക്കാൻ കഴിയില്ല. അയാൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പാണ് പ്രധാനം. ഇസ്രയേലിൽ അയാൾക്കെതിരെ കടുത്ത നിയമ നടപടികൾ വരുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഇസ്രയേലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയാൾക്കെതിരായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കാനില്ല. അയാൾക്ക് അയാളുടെ രാജ്യത്ത് നിന്ന് തന്നെയുള്ള എതിർപ്പുകളെ പരിഗണിക്കാൻ കഴിയുന്നില്ല. അയാളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതോട് ചേർത്ത് പറയേണ്ടതാണ്. ഇസ്രയേലിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അധികാരമൊഴിയുന്ന നിമിഷം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തേക്കാം. ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയുള്ള കുറുക്കു വഴിയായി അയാൾ ഫലസ്തീന് മേലുള്ള ആക്രമണത്തെ മാറ്റി തീർത്തിരിക്കുകയാണ്. ആ ആക്രമണം ഇനിയും തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന നിസ്സഹായമായ ചോദ്യം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കാനേ എനിക്കും കഴിയുന്നുള്ളൂ. ഞാൻ അൽ ജസീറയുടെ ഒരു ഫോട്ടോ കാണുകയുണ്ടായി. ഗസയിൽ നിന്നുള്ളതാണ്. അതിനവർ കൊടുത്ത അടിക്കുറിപ്പ് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിങ്ങനെയാണ്: ഡോക്ടേഴ്സ് കാൺട്ട് സ്റ്റോപ്പ് ജനോസൈഡ് ബട്ട് വേൾഡ് ലീഡേഴ്സ് ക്യാൻ എന്നാണ് അതിന് അടിക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. ഡോക്ടർമാർക്ക്, വിഷഗ്വരന്മാർക്ക് വംശഹത്യയെ അവസാനിപ്പിക്കാനാകില്ല, പക്ഷേ ലോക നേതാക്കൾക്ക് അത് സാധിക്കുമെന്നാണ്. ലോക നേതാക്കൾ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതുവരെയുള്ള അവസ്ഥ വെച്ച് നിരന്തരമായി പ്രസ്താവനകൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ, സൃഷ്ടിപരമായ ഒരു ചുവടുവെപ്പും നടത്താനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടിരിക്കെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാവുകയാണ്. വേദനയോടെ 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 നമ്മൾ ആ കാഴ്ചകൾ കാണുകയാണ്.